നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രില്ല് ചെയ്ത ചിക്കന്റെ മസാലയാണ്. അതിന് ഗ്രില്ല് ചെയ്ത ചിക്കനാണിത്. ഇത് നമുക്കിതിന്റെ എല്ല് ഇല്ലാതെ മാംസം മാത്രം എടുക്കാം. ഇങ്ങനെ ഇതിന്റെ എല്ലാം അങ്ങ് കളയണം. മാംസം ഇങ്ങനെ പീസായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇതിന്റെ മാംസം എടുക്കാം. അത് ഗ്രില്ല് ചെയ്ത ഒരു ചിക്കനായില്ലേ? ഗ്രില്ല് ചെയ്ത ഒരു ചിക്കനാ. ഇതിന്റെ മസാലയാണ് ഞാൻ ഇന്ന് ഒരുക്കാൻ പോകുന്നത്. ഈ ഗ്രിൽ ചിക്കന്റെ മസാലയാണ് ഒരുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ എല്ലൊന്നും എടുക്കുന്നില്ല ഞാൻ. എല്ലിട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ എല്ലൊന്നും ഇല്ലാതെ ഇതിന്റെ മാംസം മാത്രം ഇതിന്ന് ഇതെല്ലാം മാറ്റിയിട്ട് എല്ലാം മാറ്റി മാംസം മാത്രം എടുത്ത് ഇന്ന് ചെയ്യാൻ പോവുക. പിന്നെ നമുക്കിപ്പം ഗ്രില്ല് ചെയ്യാൻ ചിക്കനാണെന്ന് വരികിൽ നമ്മള് വെള്ളം കുറച്ച് വെച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങിയെടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം കുറച്ച് വെച്ചിട്ട് വെള്ളം കാണരുത്, വെള്ളം വറ്റി ചിഞ്ഞെടുത്ത് ചിക്കൻ വേഗണം. ചിക്കൻ വേഗണം ശരിക്കും. വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളതെടുത്ത് അതിലിച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും പെരട്ടി വേണം. ചിക്കനിൽ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും പെരട്ടി വേണം. ചിക്കന്റെ പുറത്തെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പെരട്ടിയിട്ട് നമ്മൾ അതിനെന്തൊക്കെ വേണം? ഉപ്പും മഞ്ഞപ്പൊടിയും. ഇനി മുളക് പൊടി ഇല്ലില്ല, മുളക് പൊടി നമ്മൾ മസാല ചെയ്യുമ്പം മതി. അപ്പം ഉപ്പും മഞ്ഞപ്പൊടിയും വെച്ച് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് അടച്ചു വെച്ച് ശരിക്ക് വെന്തെന്ന് വേവിക്കുന്ന നമുക്കറിയാമല്ലോ. വെള്ളം വറ്റി ചിഞ്ഞെടുക്കണം. എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചിക്കൻ പിച്ചി എടുത്താൽ മതി. എടുത്തിട്ട് നമുക്ക് മസാല ഒരുക്കാം. ഇപ്പം എനിക്ക് ഗ്രില്ലിഡ് ചിക്കൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുക, അല്ലെന്ന് വരില്ല അങ്ങനെയും ചെയ്യാം. രണ്ടാ ഗ്രില്ല് ചെയ്ത ചിക്കന്റെ മാംസം മാത്രം ഞാൻ എടുത്തു വെച്ചേക്കും. അതെ, ഇത്രയും വലിപ്പത്തിൽ വേണം എടുക്കാനായിട്ട്. വളരെ ചെറിയ ചെറിയ പീസാക്കരുത്. ഇത്രയും വലിപ്പത്തിൽ പീസെല്ലാം എടുത്ത് നീളത്തിൽ ഇങ്ങനെ പീസ് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതേണ്ട സവാള ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കുക. കണ്ട ഇതുപോലെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്ത് കീറി എടുത്ത് വെച്ചേക്കുക. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്ത് കൊത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 4 അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പിന്നെ 2 തക്കാളി, പിന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ മല്ലിയില ഞാൻ അരിഞ്ഞു വെച്ചേക്കുക. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. വേണ്ട പൊടികൾ വേണ്ട മുളക് പൊടി വേണം. മുളക് പൊടി, ഗരം മസാല പൊടി, ഉപ്പ് നമ്മുടെ ഇതിലുണ്ട്. അതിനനുസരിച്ച് ഈ മസാലയ്ക്ക് നമ്മുടെ ഇതിന്റെ ഈ മസാലക്കൂട്ടിനനുസരിച്ച് ഇട്ടാ മതി. ഈ ചിക്കന്റെ ഉപ്പ് പെരട്ടിയാണ്, അപ്പൊ അതനുസരിച്ചേ ഇടാവുള്ളൂ. പിന്നെ മഞ്ഞപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കത് ശരിയാക്കാം. ഗ്യാസ് കത്തിച്ച് ഇനി നമുക്ക് പാത്രം എടുത്ത് വെക്കാം. എന്നിട്ട് ഒരു 4 സ്പൂൺ എണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്, ചെറിയ സ്പൂൺ. സ്പൂൺ എണ്ണ ഇല്ലേ? ഇനി ഇത് എണ്ണ ചൂടായി വരണം. നേരത്തെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. കടുകും കൂടെ വേണം. കടുക് ഇടുന്ന കാര്യം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകില്ല. നമുക്ക് പച്ചമുളക് ഇഞ്ചിയിട്ട് വെളുത്തുള്ളി ആദ്യം എണ്ണ ഒഴിച്ച് കടുവിട്ട്, അത് കഴിഞ്ഞ് പച്ചമുളക് ഇട്ട്, ഇഞ്ചിയിട്ട്, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് 2 തണ്ട് കറിവേപ്പില, ഉള്ളി ഇട്ട്, കറിവേപ്പില ഇട്ട്, ഉള്ളി ഇട്ട്, വഴഞ്ഞ് വരണം. എന്നിട്ട് നമുക്ക്
വഴറ്റിക്കാം. മസാലയ്ക്ക് ആവശ്യമുള്ള ഉള്ളിയും പച്ചമുളകും എല്ലാം വഴണ്ട് നല്ല പരുവായിട്ട് കൊണ്ട് നമുക്ക് ഇതിലേക്ക് മസാല ഇടാം. ഇതിന്റെ പരുവം കണ്ടല്ലോ. ഇതിലേക്ക് മസാല ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, വലിയ സ്പൂണിൽ 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി പൗഡർ, കാശ്മീരി പൗഡർ ആക്കി എരിവ് കുറഞ്ഞ മുളക് പൊടി, കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇതിനകത്ത് കുരുമുളകും പട്ട, ഏലക്കായും ഗ്രാമ്പും എല്ലാം കൂടെ ഞാൻ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടി ആയത്. അതൊരു 1.5 സ്പൂൺ ഇട്ട്. ഈ ചെറിയ സ്പൂൺ കണ്ട, ഈ ചെറിയ സ്പൂണിന് ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് പോയിട്ട് നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ടാം. അത് കഴിഞ്ഞ് മുളക് പൊടിയിട്ട്, മഞ്ഞപ്പൊടിയിട്ട്, ഗരം മസാലപ്പൊടിയിട്ട്, അത് കഴിഞ്ഞ് തക്കാളി തക്കാളി വാടി വരണം. തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങ് വഴണ്ട് നമ്മൾ ആ കറിക്കൊക്കെ ചേർക്കുന്ന പോലെ അങ്ങ് മസാല അങ്ങ് ഇതാക്കി ഉടച്ചു കളയണ്ട. തക്കാളി ഇത്രയൊന്നും വഴണ്ട് വരുന്ന പരുവത്തെ ഇത് കണ്ട ഈ പരുവത്തിൽ ചെറിയ നമുക്ക് കാണാം. ആ പരുവത്തിന് നമുക്ക് ചിക്കൻ ഇടാം. നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ്റെ മാംസം മാത്രം എല്ലാം കൂടെ യോജിപ്പിക്കണം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മഞ്ഞളിട്ട് ഇറക്കാം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. തീ കുറച്ച് അത്രയും സിനിമല്ല, മീഡിയത്തിലിരിക്കണം. ഫ്ലെയിം മീഡിയത്തിലിരിക്കണം. അത്രയും സിനിമാക്കി വെക്കണ്ട. നമ്മളിങ്ങനെ ഇളക്കിയാലും ഇതൊക്കെ കുഴഞ്ഞു പോകരുത്. അതാ പറഞ്ഞ പീസൊക്കെ ഇത് കണ്ട, ഇത്രയുള്ള പീസ് വേണമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിലങ്ങ് കുഴഞ്ഞു പോകരുത് പീസ്. അതുകൊണ്ട് കഷ്ണമായിട്ട് നമുക്ക് കിടക്കണം. അതുകൊണ്ടാ ഒരുപാട് ചെറുതാക്കരുത് എന്ന് പറയുന്ന പീസ്. ഇപ്പൊ കണ്ട കിടക്കുക. എന്നാ മസാല എല്ലാത്തിലും പിടിക്കുകയും ചെയ്യും. എന്താ മസാലയാക്കിയിട്ട് മല്ലിയിലേക്ക് ഇറക്കുക. നമ്മൾ ഒരുപാട് സമയം വെച്ചാൽ ആവശ്യമില്ല. വെച്ചാൽ ചിക്കനും ബാക്കി ചേരുവകളെല്ലാം വെന്ത് കിടക്കും. എല്ലാം കൂടെ യോജിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളൊരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി ഈ ചിക്കനിലെല്ലാം മസാലയെല്ലാം പിടിക്കട്ടെ. ഇതിന്റെ എല്ലാം പരുവായിട്ടുണ്ട്. മല്ലിയില എല്ലാം വെന്തിരിക്കുന്ന ചിക്കൻ വെന്തിരിക്കുന്നതായതുകൊണ്ട് ഒരുപാട് സമയം വേവിക്കണ്ട. നമ്മൾ ഇത്രയും മതി. ഒരു 4-5 മിനിറ്റ് ഇളക്കി കൊടുത്താൽ നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് ഗ്രിൽഡ് ചിക്കൻ മസാല. ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇത് ചേട്ടനൊന്ന് കഴിച്ചു നോക്കിക്കേ, ഇതിന്റെ എല്ലാം കറക്റ്റിനാണോ നോക്കട്ടെ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റിനായിട്ടുണ്ട്. ചിക്കൻ്റെ അകത്ത് എല്ലാം പിടിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ശരിയല്ലോ. ഓക്കെ. ഇതാണ് നമ്മുടെ ഗ്രില്ല് ചെയ്ത ചിക്കൻ മസാല. ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണേ.
അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ.